ഐഡിയോളജി നല്ലതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു തരത്തിൽ അങ്ങനെ മൃഗങ്ങൾ ചിന്തിക്കുന്നത് മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ, മനുഷ്യൻ എന്തിനുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇമോഷൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നൊക്കെ എടുത്ത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും താഴേക്ക് വീണ്ടും പോവുകയല്ല ചെയ്യേണ്ടത്, അല്ലേ? ഈ മൈത്രേയന്റെ ഒരു സ്റ്റോറി തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് ഇയാളുടെ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടോ, മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഫോട്ടോഗ്രാഫ് ഏതാണ് എന്നുള്ള ചോദ്യത്തിൽ മുപ്പര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തൊഴിലാളികളുടെ ഫോട്ടോ എടുക്കാൻ ആണ് ഇഷ്ടം. ഈ തൊഴിലാളികളുടെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുമ്പോഴുള്ള പ്രോബ്ലം, ഫോട്ടോ എടുക്കുമ്പോൾ അയ്യോ എൻ്റെ വസ്ത്രം ശരിയല്ല, എൻ്റെ മുടി ശരിയല്ല, എൻ്റെ മുഖം ശരിയല്ല, മുടി ഒന്ന് കോതി വെക്കെങ്കിലും ചെയ്യും. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ളൊരു പിക്ചർ അല്ല എനിക്ക് കിട്ടുന്നത്. അയാളൊരു ഫോട്ടോഗ്രാഫറാണ്, അയാൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ അയാളുടെ പ്രൊഫഷൻസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. റോ ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് വേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാൾ. അതേ ആൾ എന്നെ പറഞ്ഞൊരു സാധനം, ഞാനൊരു കിളീൻ്റെ ഫോട്ടോ എടുക്കാന്നുണ്ടെങ്കിൽ ആ കിളി എന്നെ കാണാനിപ്പോൾ ഭംഗിയൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പം എടുക്കണ്ടെന്ന് പറയില്ലല്ലോ. സോ മനുഷ്യനും ജീവജാലങ്ങളും തമ്മിൽ അതാണ് വ്യത്യാസം. ഒരു പ്രാണിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ലുക്കില്ല, നാളെ വന്ന് എടുക്കുമെന്ന് ഒരു പ്രാണി പറയില്ല, ആ പ്രാണി മുടി ശരിയാക്കില്ല, ഒന്നും ചെയ്യില്ല. മനുഷ്യൻ അത്രത്തോളം കോൺഷ്യസ് ആണ്. അപ്പൊ ഇതില് ഇയാള് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനാണെങ്കിൽ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും, പക്ഷെ ഒരു കിളിയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഒരു കിളിയും ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചിട്ട് മാറില്ല. നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്, അല്ലെ? ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഞാൻ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ചിത്രം ആണ് ഇയാൾ എടുക്കുന്നത്. ആ ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കാണും. അയാൾ കാണുമ്പോ അയ്യേ ഇയാൾ എന്താ മോശം ഡ്രസ് ഇട്ടിട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കും. അപ്പോ അയാൾ എന്ത് ചിന്തിക്കും? ഇങ്ങനെ നൂറുകണക്കിന് ചിന്തകളിലൂടെയാണ് ഒരു മനുഷ്യന്റെ തോട്ട് പ്രോസസ്സ് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ ഒന്ന് കോൺഷ്യസ് ആവും, നോർമലാണ്. പക്ഷെ ഒരു കിളിക്ക് ചിന്തിക്കാൻ എന്താ, ഇത് ക്യാമറയാണെന്ന് പോലും അതിനറിയില്ല. അത് അതിന്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, അല്ലേ? അതിനെ സംബന്ധിച്ചിട്ട് തിന്നാൻ എവിടുന്നെങ്കിലും ഒരു ഇൻസെക്റ്റിനെ കിട്ടുമോ, ഏതെങ്കിലും പക്ഷീന്റെ കാലിന്റെ ഇടയിൽ കുടുങ്ങി പോവുക എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അതിനുണ്ടാവുള്ളൂ. അതിനിടെ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ചിന്തിക്കുന്നില്ല. ഇനി ഇതേപോലെ തന്നെയല്ലേ ഇപ്പൊ നോർത്ത് സെന്റിനൽ ഐലൻഡിലേക്ക് പോയിട്ട് ഒരാൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര പേര് മുടി ശരിയാക്കും? അപ്പൊ ഡിപ്പെൻസ്. ഇയാൾ പറയുന്ന ഐഡിയോളജി ഒക്കെ ചില വിഷയങ്ങളിൽ ആപ്ലിക്കബിൾ ആണ്, ചില വിഷയങ്ങളിൽ അല്ല, അത് ബ്ലണ്ടർ ആണ്. പൂർണ്ണമായിട്ടും ബ്ലണ്ടർ എന്ന് പറയില്ല. ഒരുപാട് കാര്യങ്ങൾ മൈത്രേനായിട്ട് നമ്മള് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാരും എല്ലാ കാര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതിപ്പോ ഒരു വിഷയം, ഇപ്പൊ നീ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ, ഒന്ന് അതിര് പറഞ്ഞു, ഡ്രഗ്സിന്റെ പറഞ്ഞു. അതിരിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിര് പറയുന്നത് കറക്റ്റാണ്. അതെ, എപ്പോ ഒരു 25-30 കൊല്ലത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ടൈമും, ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്കൊരു പെണ്ണിനെ വേണം. എന്താ അതിന്റെ എക്സാക്ട് ഡയലോഗ് എനിക്ക് അറിയില്ല. തണുപ്പത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനും, പുതപ്പിനടിയിൽ സ്നേഹിക്കാനും, പിന്നെ ദേഷ്യം പിടിക്കുമ്പോൾ വലിച്ചു കയറി ചുരുട്ടി കൂട്ടി അടിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. അന്ന് നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഡയലോഗാണത്. ഈ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് കണ്ടിട്ട് പുതപ്പിനടിയിൽ സ്നേഹിക്കുകയും ചുരുട്ടി കൂട്ടി അടിക്കുകയും ചെയ്യുന്നല്ല. അന്ന് നമ്മളത് എൻജോയ് ചെയ്യുന്നത് ഇന്ദുചൂടൻ ആ ഡയലോഗ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? അനുരാധ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഇന്ദുചൂടൻ അത് പറഞ്ഞു. അന്നത്തെ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധം ഉണ്ടായിരുന്നു. ആ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങി എത്ര പേര് സ്വന്തം ഭാര്യനെ വലിച്ചുവാരി അടിച്ചിട്ടുണ്ടാവും? അതെ, കഴിഞ്ഞു. എത്ര ഈ സിനിമ പോലെ അല്ല, അത് സിനിമയായിട്ട് കണ്ട് തള്ളിക്കളയുന്ന ആളുകളാണ് അന്നുണ്ടായിരുന്നത്. ഇന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസിനെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഒരു പെണ്ണിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ നമ്മളെ താല്പര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അന്ന് നമ്മളത് ചിന്തിക്കുന്നില്ല, ഇന്ന് നമ്മളത് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ഇടയിൽ ഒരു കുട്ടികളുടെ സിനിമയിൽ പോലും ഈ ഒരു ഡയലോഗ് വന്നിരുന്നു, മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിൽ. അപ്പം
ആ സിനിമയിൽ സമൂഹത്തെ ഒന്ന് ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ സമൂഹത്തിനെ ഒന്ന് പ്രശ്നത്തിലേക്ക് തള്ളി വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാവില്ലല്ലോ ഒരു സംവിധായകൻ അങ്ങനെ ഒരു ഡയലോഗ് അതിൽ കൊണ്ടുവരുന്നത്, അല്ലേ? സോ അതിനെ ആ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയാണ്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്. ഇന്ന് പല സിനിമകളും അന്നത്തെ ഇപ്പൊ വാത്സല്യം സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ന് ട്രോളിക്കൊല്ലുന്ന സിനിമയാണ്. മനസ്സിലായോ? രാപ്പകല് ഇങ്ങനെ ഞങ്ങൾ സന്തുഷ്ടരാണ്, പിന്നെ കുറെ സിനിമകള് അന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിനെ ഒരു സിനിമയായി മാത്രം കാണുകയും മിക്ക വീടുകളിലും നടക്കുന്ന ഒരു സാധനമായിരുന്നു അന്നത്തെ മലയാളികളുടെ ചിന്തഗതി അങ്ങനെ തന്നെ. അതെ, പക്ഷെ അതിൽ തന്നെ വിശ്വസിച്ചിട്ട് ആളുകൾ മുമ്പോട്ട് പോയിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാറ്റം സംഭവിക്കില്ലല്ലോ. പുരോഗമന ചിന്ത വെച്ചിട്ടുള്ള സിനിമകളിലൂടെയാണോ മനുഷ്യന് മാറ്റം സംഭവിച്ചത്? അല്ല. സംഭവം ശരിയാണ്. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കവിതകളിലൂടെയും കഥകളിലൂടെയും നമ്മൾ നമ്മുടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സോ ഇതേപോലെ ഇന്ന് മൈത്രേയൻ പറയുന്ന വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചുമ്മാ വർത്താനം പറയുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ഒരു ലിവിങ് ടുഗെദർ കാണിച്ചു തന്ന വ്യക്തിയാണ് അയാൾ. അയാൾ ജയശ്രീ എന്ന് പറയുന്ന സ്ത്രീനെ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ അവർക്കൊരു കുട്ടിയുണ്ട്. ആ സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറി അറിയാം, എന്നാലും അതായത് കനികുസൃതി ഉണ്ടാവുന്നത് ജയശ്രീയുടെ മാത്രം താല്പര്യത്തിലാണ് മൈത്രേയൻ പറയുന്നത്. സ്വന്തമായിട്ടൊരു കുട്ടി വേണം എന്ന് മിക്ക ആളുകളും ചിന്തിക്കും, പ്രത്യേകിച്ച് നമ്മളൊരു പാർട്ട്ണർ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ. പക്ഷെ ആ ഒരു ചിന്തയിൽ പോലും മൈത്രേയന് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ഇയാൾ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാണും പെണ്ണും വിവാഹം കഴിക്കുന്നു, അവിടെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എങ്കിൽ പോപ്പുലേഷൻ കുറയില്ലേ, അത് സമൂഹത്തിൽ നല്ലതുണ്ടാക്കില്ലേ എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, സ്വന്തം കുഞ്ഞ് വേണ്ട എന്ന് മൈത്രേയൻ ചിന്തിക്കുന്നത് കുഞ്ഞിനെ വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിൽ ഓക്കെ, ഭാര്യയ്ക്ക് ജോലി എന്ന് പറയുന്ന മേഖലയിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കുഞ്ഞിനെ ചിന്തിക്കാതിരുന്നത് എന്ന് പറഞ്ഞാലും ഓക്കെ, എനിക്ക് പബ്ലിക് സർവീസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊതുപ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചിന്തിച്ചത് കൊണ്ട് ഞാൻ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ. മൈത്രേയൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലേഷൻ, സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കുഞ്ഞ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും മാറി ചിന്തിച്ചത്. ഡ്രഗ്സ് നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെയല്ല. നിരോധനം എന്ന് പറയുന്നത് ഇതിന്റെ അളവ് കൂട്ടുകയുള്ളൂ, നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും തെറ്റില്ല, തെറ്റല്ല എന്ന് പറയുമ്പം അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഒരു കുട്ടി ജനിക്കുന്നതിനേക്കാൾ മോശമായിട്ടുള്ള സാധനമാണ് ഇത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം അയാൾ കാണിക്കണ്ടേ? എനിക്ക് തോന്നുന്നു അവിടെയാണ് വിഷയം. അപ്പൊ അതിന് അയാൾ പറയുന്ന ഒരു പോയിന്റ്, ജയശ്രീ പറയുന്നു, നിങ്ങൾ ആരാണ് എന്റെ പ്രസവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ? ആ ചോദ്യം അയാളെ അലട്ടി. അതായത് പ്രസവിക്കാനുള്ള അവകാശം ഒരിക്കലും നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ജയശ്രീ അത് ചോദിച്ചു, ജയശ്രീ പ്രസവിക്കുകയാണെങ്കിൽ ജയശ്രീക്ക് സംബന്ധിച്ചിട്ട് ഒരു പുരുഷൻ മതി, അത് മൈത്രേയൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്ന ഡയലോഗ് അല്ല, മൈത്രേയൻ തന്നെ പറയുന്ന പോയിന്റ് ആണ്. അതായത് ജയശ്രീക്ക് പ്രസവിക്കണമെങ്കിൽ മൈത്രേയൻ തന്നെ ആവണമെന്നില്ല, പക്ഷെ ആ കുഞ്ഞിനെ ഞാൻ നോക്കി വളർത്തണം. ജയശ്രീക്ക് അതിന് പറ്റില്ല, ഞാൻ നോക്കി വളർത്തണം. അപ്പോൾ എന്തുകൊണ്ട് അത് എൻ്റെ കുഞ്ഞ് തന്നെ ആയിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചു എന്നതിന്റെ പേരിലാണ് കനികുസൃതി ജനിക്കുന്നത് എന്ന് മൈത്രേയൻ പറയുന്നു. അത്രത്തോളം പുരോഗമന ചിന്തയാണ് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അയാള് ചിന്തിക്കുന്ന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്വന്തം ജീവിതമാണ്, അയാൾക്ക് അയാളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് ഒരു സാമൂഹ്യ വിപത്താണ്, അത് അയാളിൽ ഒതുങ്ങുന്നതിലല്ല, അയാളുടെ വാക്കുകൾ കാരണം ആ പ്രശ്നം അയാളിൽ ഒതുങ്ങുന്നതല്ല എന്ന് പോലും ചിന്തിക്കാതെയാണ്. അവിടെയാണ് ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ അയാള് ഇത്തരത്തിലുള്ള സാധനങ്ങൾ പറയുകയും ചില വിഷയങ്ങളിൽ അയാൾ അതിനെ മറികടക്കുകയും ചെയ്യുന്നു. ഐറണി എന്ന് പറയുന്ന പോയിന്റ് ആണത്. ഇതേ സാധനം ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മെഴുകുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. മെഴുകൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നു, മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. പ്രായം എന്ന് പറയുന്നത് ഓക്കെ,
ഇപ്പൊ ഗൗതമിക്ക് എന്നെക്കാളും പ്രായം എന്ന് വെച്ചിട്ട് ഞാൻ അയാൾ ബഹുമാനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചില ഐഡിയോളജി നമ്മളിൽ ചിന്തകൾ ജനിപ്പിക്കുന്നുണ്ട്. അത് എളുപ്പമല്ല ഒരാളെ 10 മിനിറ്റ് ചിന്തിപ്പിക്കാൻ, കാരണം ഞാൻ ആ പണി ചെയ്യുന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഒരു കഥയിൽ ഒരാളെ ചിന്തിപ്പിക്കാനുള്ള ഒരു എലമെന്റ് കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. അപ്പൊ ഒരു വരിയിൽ ഒരാളെ ചിന്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അത് അയാൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ അയാൾ അത്രയും വില കൊടുത്തിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് അയാളുടെ ആ വില നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം ജനകീയ കോടതിയിൽ ആ പ്രശ്നം, അതിൽ തന്നെ മൂപ്പര് മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകണ്ഠൻ നായർ നടന്നിട്ട് ഡ്രഗ്സിനെതിരെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. 24ന്റെ കൂടെയാണെന്ന് തോന്നുന്നു, അതോ ഫ്ലവേഴ്സ് ആണോ അറിയില്ല. ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ സമയത്താണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് നിരോധിക്കേണ്ട ഒന്നല്ല എന്നും നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണെന്നും ഇയാൾ പറയുന്നു. ആ ഒരു ടോക്ക് അത് ഈ ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാമിന്റെ വളർച്ചനെ ബാധിച്ചു എന്നും അതുകൊണ്ട് ഇയാളുടെ പേഴ്സണൽ ലൈഫ് തകർക്കുക, അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു എന്താ പറയാ തേജസ് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ രണ്ടാമത്തെ ജനകീയ കോടതി കൊണ്ടുവന്നതെന്ന് പറയുന്നു. കാരണം രണ്ടാമത്തെ ജനകീയ കോടതി എന്ന് പറയാൻ കാരണം, ഒന്നാമത് വേറൊരു അരുൺ മൊട്ടാന്ന് അയാളെ ബോഡി ഷെയിം ചെയ്യല്ല, അയാൾ മൊട്ടാരുൺ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അയാളുടെ ഒരു ഇവന്റ് ഉണ്ട്. അയാൾ എത്ര ബഹുമാനത്തോടു കൂടിയാണ് മൈത്രേയനോടും ജയശ്രീനോടും സംസാരിക്കുന്നത്. അവരുടെ ലൈഫിനെ കുറിച്ചും കനികുസൃതിന്റെ ജനനത്തിനെ കുറിച്ചും ഒക്കെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പത്രസമ്മേളനത്തിനെ കുറിച്ച് വരെ, അതായത് കുടുംബം ഞാൻ നിർത്തുന്നു എന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തിയ വിഷയത്തെ കുറിച്ച് വരെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. അറൌണ്ട് 1 hour ആ ഒരു സാധനമുണ്ട്. എന്നാൽ അതേ മൈത്രേയനെ മാറ്റി നിർത്തി ഈ ജനകീയ കോടതി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നുള്ളത് മൈത്രേയനും പറയുന്നു, സാധാരണക്കാരായ നമുക്ക് തോന്നുകയും ചെയ്യും. ബിക്കോസ് ആവശ്യമില്ലാതെ അതിൽ ഭക്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിഷയം എടുത്തിട്ടുണ്ട്. അതായത് ജയശ്രീ എന്ന് പറയുന്ന സ്ത്രീയെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി. അതായത് ലിവിങ് ടുഗദർ ആണ്, ലീഗലി വേറെ ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. ആ ആളെ മാറ്റി നിർത്തിയിട്ട് ഇയാൾ മറ്റൊരു തന്നേക്കാൾ പ്രായം കുറഞ്ഞ, എടുത്തു പറയുന്ന ഒരു ഡയലോഗാണ് അത്, തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് ഇയാള് സ്നേഹബന്ധത്തിലായി എന്ന് പറയുന്നു. അത് മൈത്രേയനിൽ കുറെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ആവശ്യമില്ലാത്തൊരു വിഷയത്തിനെ അതിലേക്ക് എടുത്തിടുന്നുണ്ട്. അത് എടുത്തിടുന്നതിനോടൊപ്പമാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ടുവരുന്നതും രാഹുൽ ഈശ്വറും മൈത്രേയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ മൊമെന്റിൽ ഹാഷ്മി തന്നെ മൈത്രേയനോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. മൈത്രേയനല്ല ആള്, മൈത്രേയാണ് ഇതിന്റെ രോമത്ത് കൊള്ളില്ല എന്നുള്ള മൂഡിലാണ് മൈത്രേയൻ. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നല്ലോ എന്നും കൂടി പറഞ്ഞു. പക്ഷെ അത് രോമത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വറിന്റെ 2 ഡയലോഗില് ഇദ്ദേഹം കൈനോയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മൈത്രേയനെ പോലെ ഒരാൾ പറയുന്ന ഡയലോഗ് അല്ല ഇത്. അതായത് നിങ്ങളൊരു വിശ്വാസിയാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് ഒന്നും ഞാൻ വിലക്കെടുക്കാൻ പോകുന്നില്ല. അതെ അതെ അതെ, അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് ആർക്കും ആരോടും വിശ്വാസമാണ്. ദൈവത്തിൽ തന്നെ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, ലഹരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഡാറ്റ എടുത്ത് നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ ആരും ആവട്ടെ, ഇപ്പൊ തൊട്ട് മുമ്പേ നമ്മൾ രാഹുൽ ഈശ്വറിനെ കുറിച്ച് തമാശ പറഞ്ഞിരുന്നു. കാരണം രാഹുൽ ഈശ്വറിനെ ഞാൻ കാണുന്നത് കിരൺ ടിവിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ, പാട്ടിന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന രാഹുൽ ഈശ്വറിനെ എനിക്കറിയാം. അന്നത്തെ രാഹുൽ ഈശ്വറിനെ മുതൽ കാണുന്നതായതുകൊണ്ട് തന്നെ അയാൾക്ക് വരുന്ന മാറ്റങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ പൊളിറ്റിക്സും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. രാഹുൽ ഈശ്വർ ആണ് പറയുന്നത് എങ്കിൽ കൂടി ആ പറയുന്ന പോയിന്റ് അതൊന്ന് നോക്കാനും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ പോലും ആരും നോക്കിയില്ല, മൈത്രേയൻ നോക്കിയില്ല. അവിടെ നിർത്തിയിരുന്നെങ്കിൽ മെഴുകുക എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കില്ല. അതിനുശേഷം 2 or 3 ഇന്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തു, അതും ലോക്കൽ യൂട്യൂബ് ചാനലുകളിൽ, നമ്മളൊക്കെ ചാനൽ പോലെ തന്നെ ഒരു സാധാരണ യൂട്യൂബ് ചാനൽ. അതായത് ലോക്കൽ എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ക്രെഡിബിൾ അല്ലാത്ത ചാനലുകൾ, അതിൽ പോയിട്ട് പറയുന്ന വിഷയമാണ്. അതായത് ചെയ്തത് രാഹുൽ ഈശ്വർ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനത്തെ ഒരാൾ എന്തുകൊണ്ടെന്നാലും ഇനിയിപ്പോൾ അത് സത്യമാണെങ്കിൽ പോലും ഞാനതിന് അംഗീകരിക്കില്ല. അത് വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇയാളെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം
അയാളുടെ ഈഗോ കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്നു. അല്ലേ? സോ ഇതേപോലെ ഒരു ഈഗോ ഈ ശ്രീകണ്ഠൻ നായരുമായിട്ടുണ്ടായത് കൊണ്ടായിരിക്കില്ല അയാൾ ഇത് നിരോധിക്കേണ്ട സാധനമല്ല എന്ന് നിയന്ത്രിക്കേണ്ട സാധനമാണെന്ന് പറയാനുള്ള, അങ്ങനെയാണെങ്കിലും ആവാം. അത് അയാൾ തന്നെ അയാളുടെ ലൈഫ് കൊണ്ട് തെളിയിച്ചു. സോ ഡ്രഗ്സ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി, അതൊരു വാക്കായിക്കോട്ടെ, ആ വാക്ക് കൊണ്ട് ഒരു കുട്ടി നശിക്കുന്നുണ്ടെങ്കിൽ, കാരണം കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതെ നമ്മുടെ ഭാവിയാണ് കുട്ടി. അതെ, ഒരു കുട്ടിയിൽ നിന്നും എത്ര എത്ര കാര്യങ്ങൾ സംഭവിക്കാം ലോകത്ത്. ഈ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനും നീയൊക്കെ കഴിഞ്ഞ്, പക്ഷെ ഈ കുരുന്നുകളുണ്ടല്ലോ നാളത്തെ കളക്ടറും പിന്നെ അതിലൊരു കളക്ടറെ എൻ്റെ ഈ വാക്കുകൊണ്ട് ഞാൻ ഇല്ലാതാക്കിയാൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്നത് കുട്ടീനെ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ്. അതെ, മനസ്സിലാവണ്ടോ? ആ പോയിന്റ് നീ മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. സോ അത് കേട്ടിട്ട് ഉണ്ടായ ഒരു സാധനത്തിനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മൈത്രേയന് കീജയ് വിളിക്കുന്ന ഇന്നത്തെ ഒരു സമൂഹം. മനസ്സിലാവും? കാരണം ഒരു അത്രയും കാലം വീഡിയോകൾ ചെയ്തിട്ട് പോസിറ്റീവ് ലൈവിൽ നിന്നോണ്ടിരുന്ന ഞാൻ കഞ്ചാവിനെ കുറിച്ച് എതിരെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച നെഗറ്റീവ് കമന്റ്സും ഞാൻ അനുഭവിച്ച നെഗറ്റീവ് മെസ്സേജസും കോൾസും എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അതിന് നെഗറ്റീവ് അടിച്ച ആൾക്കാർ എത്രയോ എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അതായത് ഇത് കാരണം അന്ന് ഞാനിങ്ങനെ ലിസ്റ്റ് ഇടുകയാണ്. അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളിലെ അമൃത് പോലും 3ഓ 4ഓ സ്ഥാനത്തേക്ക് മാറി. ഏറ്റവും മുകളിൽ കിരീടം വെച്ച് നിൽക്കുന്ന സാധനമാണിത്. മനസ്സിലാവുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനും അറിയില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, അത് കാരണം ജീവിതം നശിച്ച ഒരു 10 പേരെ ഞാൻ കാണിച്ചു തരാം. 10 പേരെ ഞാൻ കാണിച്ചു തരാം. ഈ 10 പേര് എൻ്റെ പേഴ്സണൽ കണക്ഷനിലുള്ള ആൾക്കാരാണ്. കാരണം സ്വന്തം അമ്മേനെ തൂക്കിയിട്ട് അടിക്കുക എന്ന് പറയുന്ന കാഴ്ച ഒരു സമൂഹം മുഴുവൻ ആ വീട്ടിലേക്ക് രാത്രി വാതിൽ ചവിട്ടിപ്പൊളിച്ച് ചെല്ലുക. ഒറ്റ കാരണം, അവൻ വലിച്ചു. അവൻ വലിച്ചത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം തന്നെയാണ്, അല്ലാതെ വേറെ സിന്തറ്റിക്കോ കെമിക്കലോ അല്ല. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? അതാ പറഞ്ഞത്, അതിനും ഉദാഹരണങ്ങളുണ്ട്. അതെ, ഒരു ചെറിയ പൊടി, ഇപ്പൊ ഈ MDMA എന്ന് പറയുന്ന ഈ സാധനം MDMA അല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ മെത്തിനാണ് ഇവർ ഈ MDMA എന്ന് വിളിക്കുന്നത്. പ്യോർ ആയിട്ടുള്ള MDMA ഇവിടെ ഇല്ല. കണ്ണ് കണ്ട വെള്ളാരങ്കല്ല് കുത്തിപ്പൊട്ടിച്ച സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പണ്ട് ചൈനീകൈനേന്റെ ഉള്ളിൽ കുപ്പിച്ചില് പൊട്ടിച്ചെടുക്കുക, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, എഫക്ട് പെട്ടെന്ന് കയറാൻ വേണ്ടിട്ട്. അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പ്യോർ ആയിട്ടുള്ള സാധനം പോലും അല്ല അവിടെ കിട്ടുന്നത്. പ്യോർ ആയിട്ടുള്ള സാധനത്തിന്റെ അവസ്ഥ തന്നെ തലച്ചോറടിച്ച് പോകുന്നതാണെങ്കിൽ അല്ലാത്ത സാധനം കഴിച്ചാലുള്ള അവസ്ഥ എന്താ? അത് മറ്റേ എലിവേഷൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അവസ്ഥയാണ്. അതെ, എനിക്കറിയാത്തത് കൊണ്ട് മാത്രം അത് സർവൈവ് ചെയ്ത് പോകുന്നു. മനസ്സിലാവുണ്ടോ? നമ്മൾ പോലും വിഷം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ എക്സ്പയറി നോക്കും, അല്ലെ? എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഈ MDMA അവര് ഉപയോഗിക്കുന്നു. പാട്ട് ദൈവത്തിന് പോലും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലെ പാട്ട് തുടങ്ങിക്കും. ഇനി 3.25 മണിക്കൂർ പാട്ടാണ്. അപ്പൊ എന്തായാലും ഒരു തീരുമാനമായി. വിഷയം അത്രയേ ഉള്ളൂ. മൈത്രേയനെ കുറിച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. ആളുടെ പല ചിന്തകളും നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഈ ഡയലോഗ് ചിന്തിക്കുക. ആ ഡയലോഗ് മൈത്രേയൻ ചിന്തിക്കുന്ന കാര്യങ്ങളായാലും ശരി, മൈത്രേയന്റെ വാക്കുകൾ കേട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ള ജൻസി ആയാലും ശരി, മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ഒരു നുള്ളു മതി ലൈഫ് ഇല്ലാതാക്കാൻ. സോ ലൈഫ് ഇല്ലാതായി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് ഇപ്പൊ മൈത്രേയൻ മെഴുകുന്ന പോലെ മെഴുകിയിട്ട് കാര്യമില്ല. അതിനുള്ളൊരു ഇത് കിട്ടില്ല. സോ നമ്മുടെ സമൂഹം അതിനുള്ള ചാൻസ് കിട്ടില്ല. പോയി കഴിഞ്ഞു. കാരണം അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ ലക്കിയാണ്. അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അതെ, അത് നമ്മളിപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടിയാൽ മാത്രം രക്ഷപ്പെട്ടു പോകുന്ന. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത് ഉപയോഗിച്ചിട്ട് സ്വന്തം അച്ഛനും അമ്മേനെയും കൊന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് കാര്യം? ആ ലൈഫ് പോയില്ലേ? ആ സന്തോഷം പോയി. ഒരു നുള്ള് കഴിച്ചിട്ടുണ്ടാവുന്ന സന്തോഷം ജീവിതം മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? സോ
നമ്മളെ സമൂഹത്തോട് ചെയ്യേണ്ട ഒരു സാധനം ഇത്ര മാത്രമേ ഉള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവനവന്റെ ജീവിതത്തിലേക്ക്, അവനവന്റെ വീട്ടിലേക്ക് ഈ പ്രശ്നം കടന്നു വരുമ്പോഴേ അതിന്റെ വലുപ്പം മനസ്സിലാവുള്ളൂ. സ്വന്തം കുട്ടി, സ്വന്തം ഫാമിലിയിൽ ഇങ്ങനെ ഒരു സാധനം നടക്കുമ്പോൾ അതിന്റെ വിഷമം ഭീകരമായിരിക്കും. അപ്പൊ നമ്മള് മറ്റേ കൊറോണയെ പോകാൻ വേണ്ടി പാത്രം കൊട്ടി വന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടതാണ് ഇപ്പോഴേ ചെയ്യുക. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സമൂഹത്തിൽ നിന്ന് ഈ സാധനത്തിന് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അത്രയും നല്ല, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു അത് ഈ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്നുള്ളൊരു പ്രത്യാശ മാത്രമേ. അതെ അതെ, അതിന് നമ്മൾ ഇന്നേ ചിന്തിച്ചു തുടങ്ങേണ്ടി വരും. അതെ, അല്ലാതെ നമ്മൾ അപ്പോഴേക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ഞാൻ ഒരുപാട് ജീവിതം അപ്പോഴേക്ക് പോയിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടോ. അതെ അതെ. സോ അതാണ് മൈത്രേയന്റെ വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ച. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡ് കാണാം.